എന്റെ അമ്മേ. നിങ്ങള് പോവാണ്? എനിക്കുള്ള നാസ്ത മേശമേ വെച്ചിട്ടുണ്ട്. ഇഞ്ഞ അനക്ക് കുറച്ച് പൈസ വേണാഞ്ഞി. ഒരു കാൻവാ ഷൂ വാങ്ങാനെ വിചാരിച്ച്. അതിനല്ലേ ഇപ്പൊ 300 ഇന്നലെ മേങ്ങിയത്. അതിനിപ്പോ 300 രൂപയ്ക്കൊന്നും അഡിഡാസിന്റെ ഷൂ ഒന്നും കിട്ടിയാല. ഓ അതിന് കിട്ടിയത് മേങ്ങ മതി. നീ ഇപ്പൊ കൊച്ചിയിൽ വന്നിട്ട് ഈഴത്തെ പിള്ളേരെ പോലെ നടക്കാനാ? ഓരെല്ലാം വലിയ ആളുകള്. നമ്മ അതിന് ഓർക്കണോ? നിങ്ങൾ എന്റെ ഷൂ കണ്ടിട്ട് വർത്താനം പറ, ഞാനത് കാണിച്ചു തരാം. അലാക്ക് എവിടെ പോയി? എന്തെന്ന് കോലം ചെക്ക ഇത്? ഇന്ന് വെള്ളിയാഴ്ച എന്നുള്ള കാര്യം നീ മറക്കണ്ട. ചുമ്മാക്ക് പോകുമ്പോൾ സണ്ടി കാണാത്ത പാന്റ് ഇടണോ? എനിക്ക് റുക്കൂലേക്ക് പോകുമ്പോ സണ്ടി പുറത്ത് കാണല്ലേ? ഇനി നോടിയാണ്ട് പൈസ തന്നറപ്പാ. ഒരു 200 രൂപയും കൂടെ കിട്ടിയെങ്കിൽ ബോട്ട് ചെടിയിൽ നിന്ന് അഡിഡാസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അത് മേങ്ങാനാ. എടാ നിനക്കൊക്കെ ചൊല്ലുക അറിയുന്നില്ലേ? ഉപ്പമില്ലാത്ത കിടാക്കല്ലേ ഞമ്മ. നമ്മ കരുതിയാ ജീവിക്കണ്ടേ. ഞാൻ രണ്ടാളോടെ കാക്കും. അതായത് ഞാനൊക്കറിയാം എന്താക്കണമെന്ന്. അല്ല, 2 ആഴ്ചയോടെ കഴിഞ്ഞാലേ മാസം 2 ആവും. അഡ്വാൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വാടക അതിനെനിക്ക് പണി കിട്ടിയിട്ട് കുറച്ച് ദിവസമല്ല ഇത്. അത് നിങ്ങൾക്ക് അറിയല്ലേ? ശമ്പളം കിട്ടിയിട്ടാവുമ്പോ 2 മാസത്തെ മൊത്തത്തിൽ തരാലോ. വായ്നോട്ടം. ഗർഭിണികളും വെറുതെ വിടരുത്. പ്രായമായില്ലേ കിളവാ. എന്തുവാ നിന്റെ വർത്തമാനം കേട്ട തോന്നൂല ഞാൻ നോക്കിയിട്ടാണ് ഇവളുമാര് ഗർഭിണിയായെന്ന്. ബസ്സിൽ ഓടിക്കേറുന്ന ഞാൻ കണ്ടു. ഒന്നിച്ചു വരാന്ന് വെച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് ആ ബസ് മിസ്സായി. പിന്നെ റോബിന്റെ ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചിങ് വന്നു. ഓക്കെ നേരുന്നാ ചോദിച്ച്. അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറാപ്പി നടക്കുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യാതെ നിനക്കൊക്കെ തോന്നുമ്പോൾ കയറി വരാനുള്ള സ്ഥാപനമല്ല ഇത്. അത് 5-6 ട്രാഫിക് ബ്ലോക്കും സിഗ്നൽ എല്ലാം കഴിഞ്ഞ് വണ്ടി പാസ്സായപ്പോ താമസിച്ച്. എന്തെന്ന് നാടപ്പാ അത്? അല്ല അത് സ്റ്റുപ്പിഡായിട്ട് സംസാരിക്കുന്നു. കം ടു മൈ ക്യാബിൻ. ആ ഡോക്ടർ ആരാന്ന് വിചാരിച്ചിന്? നമ്മളെ നാട്ടില് ഒരു ആദ്യം ഡോക്ടർ ഉണ്ട്. മോളേന്ന് വിളിച്ചിട്ടാവുമ്പോ അടല ഉറുമ്പായിരിക്കും. അത്രയ്ക്ക് പഞ്ചാരയാ? കുറച്ച് പഞ്ചാരായെങ്കിൽ എന്ത് കുഴപ്പം? നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലേ? ഇത് എന്താ റിസോർട്ട് ഹോട്ടൽ പോലത്തെ ഒരു ആസ്പത്രിയും പ്രാന്തനായ ഒരു ഗൈനക്കോളജിസ്റ്റും ആളെ പുണ്ണാക്കളൊരു താടി. ക്യാബിനിൽ ചെല്ലാനാ പറഞ്ഞേക്ക. ഇനി ഞാൻ എന്താക്കും എന്റെ ബദരിങ്ങളെ? ബദരിങ്ങളെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ലോകത്ത് ആരോടും ഒരു കൂറുമില്ലാത്ത മനുഷ്യനാ. പിന്നെ ഗർഭിണികൾ, അത് മൂപ്പർക്കൊരു വീക്ക്നെസ്സാ. ഉള്ള കരുണ മുഴുവനും അദ്ദേഹം അവർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. ഏതായാലും ചെല്ല്. അതെ, എന്നെ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ സ്ഥാപനം ഒരു വലിയ കെട്ടിടം കെട്ടി അതിനകത്ത് കുറെ രോഗികളെ നിറച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല. സർവീസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദേ ഡിസർവ് ദാറ്റ്. അതാണ് നിന്നെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത്. സോറി ഡോക്ടർ, ഞാൻ അറിയാതെ ആയിപ്പോയത്. ഇഡിയറ്റ്. ഏതായാലും ഇയാൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നൈറ്റ് ഷിഫ്റ്റിന് വന്നാൽ മതി. ഡോക്ടറെ ഞാന് മോന്തിക്ക് എങ്ങനെയാ ഡോക്ടറെ? എനക്ക്
ലോകത്ത് ആരോടും ഒരു കൂറും ഇല്ലാത്ത മനുഷ്യനാണ്. ആ പിന്നെ ഗർഭിണികൾ, അത് മൂപ്പർക്കൊരു വീക്ക്നെസ്സാണ്. ഉള്ള കരുണ മുഴുവനും അദ്ദേഹം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ഡോക്ടർ അനക്ക് അനക്ക് നൈറ്റ് ഷിഫ്റ്റ് കഴിയല്ല, അനക്ക് ബൈറ്റിലുണ്ട്. What? ഞാൻ ഗർഭിണിയാണ്. എന്തിനാ എന്നെ നോക്കുന്നേ? ഞാൻ അവളെ തൊട്ടിട്ടില്ല. കുട്ടി മാരീഡ് ആണോ? മാപ്പിള ദുബായില്. എത്ര മാസമായി? 2 മാസം കഴിഞ്ഞ്. സൂക്ഷിക്കണം. നല്ല റെസ്റ്റ് വേണ്ട സമയം. വിഷമിക്കണ്ട. അയ്യോ ഇല്ലാത്ത ഗർഭം പേറിയ ഫാത്തിമ ഇനി മുതൽ ഡോക്ടറുടെ സ്നേഹത്തിനും കരുണയ്ക്കും പാത്രമാകും. ഫാത്തിമയ്ക്ക് ഗർഭമുണ്ടെന്ന് വിശ്വസിച്ചത് അയാൾ പോലും അറിയാതെ അയാളുടെ 4ാമത്തെ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഞമ്മളെ പോലെ കാസർഗോഡ് നിന്ന് 20 കിലോമീറ്റർ ഉള്ളില് മുള്ളേരിയ, ആ ഗവൺമെന്റ് ആസ്പത്രിയുടെ ബാക്കിൽ. പോരാന്നൊന്നും പറയാൻ കഴിയല, പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച ചെറിയൊരു കൂടാരം. അനക്കൊരു അനിയനുണ്ട്, ഇക്ബാല്. ഓനെ പെറ്റിട്ടപ്പോ ഓനെന്റെ മോനല്ലെന്ന് ചൊല്ലി കള്ള പാസ്പോർട്ടിൽ ദുബായ്ക്ക് കടന്നളഞ്ഞ എൻ്റെ ഉപ്പ. പിന്നെ തിരിച്ചു വന്നില്ല ബാലാല്. ഉമ്മക്ക് ആസ്പത്രിയിൽ തുടക്കല് പണി. ഞായറാഴ്ചയിൽ മംഗലത്തിന് ബിരിയാണി വെക്കണേ, മുല്ലാൻ്റെ അടുത്ത് കോയക്കനെ സഹായിക്കാൻ പോവും. അത്ര കഷ്ടപ്പെട്ടിട്ടാ ഉമ്മ എന്നെ മാനിക് ദിനാറിൽ നഴ്സാവാൻ അയച്ചത്. കഴിഞ്ഞ കൊല്ലം ഉമ്മ മരിച്ച്. അപ്പൊ ഫാത്തിമേനെ കെട്ടി നടന്ന എങ്ങനെയാ? അത് പള്ളിക്കാരി കണ്ടെന്ന് പോയി ആപ്പിളയാ. ആകെ 3 മാസം എൻ്റെ ഒപ്പം കൂടിയത്. ഒരു ചായ സാനോ എൻ്റെ കയ്യിൽ പൊന്നുണ്ടായിന്, അതുകൊണ്ട് ഏടയ്ക്ക് പോയി കളഞ്ഞു. അപ്പൊ ദുബായിലാണ് ഡോക്ടറോട് പറഞ്ഞത്? അത് അവരോട് അങ്ങനെ പറഞ്ഞത്. എന്തിനാ എല്ലാരോടും എല്ലാം ചൊല്ലണ? ഭർത്താവിനെ പറ്റി അന്വേഷിച്ചില്ലേ? കേട്ട് നോക്കിന്. അറിയുമ്പോ അവന് നാട് നടന്ന് പെണ്ണ് കെട്ടലാനും പണിന്ന്. ആളുടെ പേരെന്താ? കാതറ്. ഖാദറ? മാടായിക്കാരനാ? ആടയ്ക്കൊന്നും പോണമെന്നില്ല, ഇത് വേറെ ജാഗ. ജാഗ? വേറെ സ്ഥലമൊന്ന്. ഓ അല്ല, ആരത് മാടായിക്കാരൻ കാതറ്? പണ്ട് ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുമ്പം എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു, ഒരു ഫാത്തിമ. നിന്നെ പോലെ തന്നെ ഒരു മൊഞ്ചത്തെയാണ്. +2 ശേഷം അവളെ ഒരുത്തൻ കെട്ടിക്കൊണ്ടുപോയി, ഒരു മാടായിക്കാരൻ ഖാദർ. ആ പഹയൻ തന്നെയാണോ വീണ്ടും വന്നതെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു പോയതാ. ഞാൻ പോന്നു, ആ ഹെഡ്നെസ് ഇപ്പൊ ബന്ദ്ര. ഫാത്തിമ, ഹോ, അതെ ഈ വയറും വെച്ചുകൊണ്ട് ഇങ്ങനെ ഓടല്ലേ കേട്ടോ. അല്ലെങ്കിൽ തന്നെ കുറച്ച് നേരം പേത്ത്. ഡെലിവറി റൂമിൽ തന്നെ പണി. വേണ്ട, നീ അതിങ്ങ് തന്നെ, ഞാൻ പൊക്കോളാം ഡെലിവറി റൂമിൽ. നീ ആ ഒപ്പിയിലെങ്ങാനും പോയിരുന്നോ? ഡോക്ടർ അറിഞ്ഞെങ്കിൽ പ്രശ്നമായി പോവില്ലേ? ഡോക്ടർ തന്നെയാ പറഞ്ഞത് ഇരുന്നിട്ടുള്ള ജോലിക്ക് നിന്നെ ഇട്ടാ മതിയെന്ന്. ആ പിന്നെ ഡോക്ടർ തന്നതാ വിറ്റാമിൻ ടാബ്ലറ്റ്സ്. എന്നോട് പറഞ്ഞു ഫാത്തിമയ്ക്ക് കൊടുക്കാൻ. പിന്നെ ചോദിച്ചു നിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോന്ന്. ഡോക്ടർ ഫ്രീ ആവുമ്പോ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ ഒന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ നീ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഒപ്പിയിൽ പോയി റെസ്റ്റ് എടുക്ക്. രാവിലെ കണ്ടപ്പം ഇത് തരാൻ മറന്നുപോയി. ഉപ്പിലിട്ട മാങ്ങ. ഓഹോ, രാജു, അപ്പൊ പുളിപ്പിത്തിരി കൂടുവേ. വാങ്ങിച്ചോ ഫാത്തിമ, ഉമ്മ തന്നയച്ചതാ. ഈ ടൈമിന് ബെസ്റ്റാ. ഡ്യൂട്ടി ഉണ്ട്, ഞാൻ പോട്ടപ്പം. മോനെ, ആരാന്റെ ഗർഭത്തിനാ നീ ഇപ്പൊ ഉപ്പ് കൂട്ടുന്നേ? ഗർഭം ആരുടെ ആയാലും എന്താ, ഫാത്തിമാന്റെ വയറ്റിലല്ലേ. പണ്ട് മൂവാണ്ടമ്മാവന്റെ ചോട്ടിലിരുന്ന് ഞാനും ഫാത്തിമയും
ഉപ്പുകൂട്ടി എത്ര പച്ചമാങ്ങ തിന്നതാ. ഫാത്തിമ ഫാത്തിമ ഇക്കു ആ എന്തേനു ഇത്ത എന്തിയാ മോനെ ഇനി ആസ്പത്രിയിൽ നിന്ന് ബന്ധിക്കില്ല, ഞാനും കാക്കും തന്നെ. ഇത്ത വരുമ്പോ ഇത് കൊടുത്തേക്കോ? എന്തിനു അത്? ഇതേ നിന്റെ ഇത്തായിക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. ഗർഭമുള്ളവർ കഴിക്കുന്ന മരുന്നാ ഇത്. രാത്രി അത്താഴം കഴിഞ്ഞ ഒരവണസ് വെച്ച് കുടിക്കാൻ പറയണം. നല്ല മധുരവാ, തേയില ഉണ്ടാക്കിയതാ. ദാ, പിടിക്ക്. ചെല്ല്. ആ അതെ, ഈ ഇംഗ്ലീഷ് ഗുളിക കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. പെണ്ണുങ്ങൾ നന്നായിട്ട് പ്രസവിക്കണമെങ്കിലേ ആയുർവേദ മരുന്ന് തന്നെ കഴിക്കണം. ആ ഇക്കോ ഇക്കോ, മറക്കാതെ കൊടുത്തേക്കണം കേട്ടോ. മധുരം ഉണ്ടെന്ന് കയറി നീ എടുത്ത് കുടിച്ചേക്കരുത്. ആയിക്കോ. ഞാ നിങ്ങക്ക് ബൈറ്റിലുണ്ടാ? പറയഞ്ഞാ നിങ്ങക്ക് ബൈറ്റിലുണ്ടാന്ന്. ഇക്കോ നിനക്കെന്ന് പ്രാന്താ? പോപ്പരക്കാ അപ്പുറത്തെ പെരക്കാരത്ത് ചെല്ലിട്ട് പോയി നിങ്ങക്ക് ബൈറ്റിലുണ്ടെന്ന്. മോന്തിക്ക് കുടിക്കാനുള്ള ഒരു മരുന്ന് തന്നിനി. എനക്കൊന്നും ബൈറ്റിലില്ല. ഒരു വെറുതെ ചൊല്ലുന്ന നീ ഒന്ന് മുണ്ടാണ്ടിരിക്കപ്പാ. ഞാനിപ്പോ ബസ്സില് ഓത്തേക്ക് എത്തിയിട്ട് ബസ് ഞാൻ പറയാം. ഇഞ്ഞാ ഇതെന്തിഞ്ഞാ? കാറ്റ് പോകുന്ന ബേറാ? അതെന്തെന്നാ അത് കാണിച്ചാ? വേണ്ടേ? അനക്കത് കാണുക വേണം. നീങ്ങ വന്ന് തച്ച് പൊടിയാക്കും ഞാൻ. വേണ്ടേ? ആഹാ, മാപ്പിളില്ലാണ്ട് ഇനി എങ്ങനെ ബൈക്ക് ഉണ്ടാക്കിയത്? ഞാനൊന്ന് കാണട്ടെ. ഇതെന്തെന്നാ ഇത്? നിങ്ങളിത് എന്തിനാ ബൈറ്റിൽ കെട്ടിയേക്കണേ? ഇത് കാറ്റ് നിറക്കണ തലങ്ങാണിയല്ലേ? ചില ബിസൈകൾ മിണ്ടാ വേലേക്കൂ. ഇഞ്ഞാക്കിപ്പോ ഇങ്ങനെ നടന്നില്ലെങ്കിൽ ആകെ അറവേലാവും. എന്തായെങ്കിൽ 6-7 മാസം ഈടെ തന്നെ നിൽക്കണം. അതിന് തന്നെയാണ് ബെസ്റ്റ് വഴി. ഈന്റെ പേരിൽ നമുക്ക് കൊറേ ഗുണുണ്ടേക്കോ. പോരാ എന്റെ വാടകയ്ക്ക് പൈസ താഴെയുള്ളവര് കേക്കല്ല. ആസ്പത്രിയിൽ നേരം പൈത്താലും പ്രശ്നമല്ല. എല്ലാവർക്കും എന്നോട് ഇപ്പൊ നല്ല പിരിസുണ്ട്. നീ ആയിട്ട് ഇതൊന്നും ഇല്ലാണ്ടാക്കില്ലടായിക്കൂ. അപ്പൊ ഇഞ്ഞാക്ക് ശരിക്കും ബൈറ്റിലില്ലേ? താഴ്ത്തോറായിരിക്കും. ഇഞ്ഞാക്കിത് കെട്ടണ്ടേ? ഞാൻ ഊതി തരാം. എന്താ പുറത്ത് നിന്നിനി? ഉള്ളിലേക്ക് വരി. ഞാൻ ഫാത്തിമാനെ ഒന്ന് കാണാൻ വന്നതാ. ആ, ഒരു കാര്യം പറയാനുണ്ട്. ആ, ഒന്ന് പുറത്തേക്ക് വരാമോ? ആ. ആസ്പത്രിയിൽ നിന്ന് കണ്ടല്ലേ, പിന്നെന്ത്? അതല്ല, കുറേ ദിവസമായി ഒരു
കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. അയാൾ പോയ പോട്ടെ ഫാത്തിമ, അതോർത്ത് നീ ബേജാറാവണ്ട. ആര്? അനക്ക് വയറ്റിലുണ്ടാക്കി കടന്നു കളഞ്ഞ 4-ാം കെട്ടുകാരൻ. ആ, ഫാത്തിമാക്കും കുഞ്ഞിനും ഞാനുണ്ട്. അജു എന്തീ പറയുന്നേ? എനിക്ക് ഫാത്തിമാനെ ഇഷ്ടം, അത് പറയാനാണ് ഞാൻ വന്നത്. ഉമ്മാനോട് കുറേ ദിവസമായി ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. ഉമ്മ സമ്മതിച്ചു. യത്തീമായ കുഞ്ഞിനും തള്ളക്കും ജീവിതം കൊടുത്ത സ്വർഗം കിട്ടുന്ന ഉമ്മ പറഞ്ഞു. ആദ്യം ഫാത്തിമ എന്നുള്ള പേരിനോടായിരുന്നു ഇഷ്ടം, പിന്നെ നിങ്ങളോടായി. ഗർഭിണിയാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇഷ്ടം വയറ്റിൽ വളരുന്ന കുഞ്ഞിനോടുമായി. കഴിഞ്ഞതൊന്നും ഓർക്കണ്ട. ഫാത്തിമാൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പ ഞാൻ തന്നെയാണ്. ഇനി ആര് ചോദിച്ചാലും അങ്ങനെ പറയാവൂ. അജൂക്കയാ എന്തിന്റെ ചെയ്ത്? ഇത് എൻ്റെ ഇത്താക്ക് ബാത്റൂമിൽ പോകാനുള്ള കസേരയാ. എങ്ങനെയുണ്ട്? അല്ലാ നല്ല പാങ്ങണ്ടല്ല. അനക്കും പോവാൻ കഴിയാ? നിനക്കല്ല, എടാ പൊട്ടിപ്പോവും. എണീക്കടാ. ഇത് കൊള്ളാട്ടാ. എന്താ പറയുന്നേക്ക്. ഇതിലിരുന്ന സൂപ്പറായിട്ട് തൂറല്ലേ? എടേ കളിക്കല്ലടേ, എണീക്ക്. എടാ തടിയാ, നീ അതിലിരുന്ന് ഒടിഞ്ഞു പോവും. എണീറ്റേ. ഇത് ഗർഭിണികൾക്ക് ഇരിക്കാനുള്ള. അകത്തോണ്ടേക്ക് ചെല്ല് ചെല്ല്. ഓ, എന്താ നീ ചൊല്ലും നിക്കൂ? ഒന്നീ ബരി അജൂക്ക വന്നിനി വേമ്പാ. എന്നാ നിങ്ങൾക്കുള്ള കസേരയാ അജൂക്ക കൊണ്ടുവന്നയാ നിങ്ങക്ക് തൂറാനുള്ളത്. പിന്നെ അനക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്ന്? ഇഞ്ഞാക്കിനി അജൂക്കാന്റെ മുമ്പിൽ പോണെങ്കി ഈ തലങ്ങാണി കെട്ടണ്ടേ? ആ, അതങ്ങ് തന്നര്. പക്ഷെ അത് തന്നെങ്കി അനക്കൊരു 360 റുപ്യ വേണം. ഒരു ഇൻഷേപ്പ് മാങ്ങി കെട്ടാനാ. കണ്ടില്ല എന്റെ ബയറ് കിടന്ന് കുലുങ്ങുന്ന? ശരിക്കും ഭയങ്കര കുലുക്കഞ്ഞ. എന്ത് നയിക്കൂ ഇത്? മിഞ്ഞാന്നല്ല 200 രൂപ മേങ്ങിയത്. അതൊക്കെ തന്നേക്കോ? ഇഞ്ഞാന്റെ പൈസ ഉള്ളത് ഞാൻ കണ്ടിനി. ഇക്കു നീ ആ കരവലാക്കല്ലേ? അരി സാമാനം മേങ്ങാനുള്ള പൈസ അല്ലേ അത്? അതെന്തേലാട്ട് ഇൻഷേപ്പിന്റെ കാശ് തരാതെ ഞാനേ തരികല. നീ തരല്ലത്. ഇഞ്ഞാക്ക് ഗർഭമൊന്നുമില്ല. ഇഞ്ഞ എല്ലാരോടും കളവ് ചൊല്ലിനി. ഇഞ്ഞാന്റെ ഗർഭം ഇതൊക്കെ തന്നെയാ, മഞ്ഞ് ഗർഭം. എന്നാ നിങ്ങൾ എന്നോണ്ട് തൂറിക്കോളി. എന്റെ കള്ളിയങ്കാട്ട് ഭഗവതി അമ്മേ, ഒരു വയറ് കണ്ട കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന എനിക്ക് പോലും മനസ്സിലായില്ല ഈ കള്ളഗർഭം. ഇടിവച്ചേ, ഒന്നുമില്ലെങ്കിലും നിനക്ക് എവനോടെങ്കിലും സത്യം തുറന്ന് പറയാമായിരുന്നു. അവൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്ന് അറിയാമോ നിന്നെയും നിന്റെ വ്യാജഗർഭത്തെയും? ഭർത്താവ് ഉപേക്ഷിച്ച നിനക്ക് ഒരു ജീവിതം തരാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയായിരുന്നു. കണ്ടോ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? അതെ, കാസർഗോഡ് കള്ള പാസ്പോർട്ടിന്റെയും കള്ള വിസയുടെയും നാടാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ആദ്യമായിട്ടാ. ഗർഭിണികളോട് നമ്മുടെ ഡോക്ടർക്ക് ഇത്തിരി സിമ്പതി ഉണ്ടെന്ന് കരുതി കുറെ കാലം അയാളുടെ മുമ്പിൽ കൂടി ഗർഭിണി വിലസി നടക്കുകയായിരുന്നില്ലേ? ലോകത്തിൽ ഒരു പെണ്ണും അയാളെ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ടാവില്ല. നീ എന്തിനാണ് കരയുന്നേ? ഞാൻ ഈ കഴിഞ്ഞ 6-7 മാസം മൊത്തം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഇവള് കാരണം.
അല്ല ഇവനെന്താ ഇങ്ങനെ ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെ ഇരിക്കണേ? ഫാത്തിമ ഗർഭിണിയല്ലെന്ന് പറഞ്ഞ ഇവൻ സന്തോഷിക്കല്ലേ വേണ്ടത്? അതെങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചത് പോയില്ലയോ? ആ ഇവിടെ നിക്കാണോ? ഓപ്പിൽ അന്വേഷിക്കുന്നുണ്ടാവും. ദേ നിക്കണ നിപ്പ് കണ്ടോ? അവന്റെ ആ നിപ്പ് കണ്ടാത്തൊന്നും അവനാണ് ഈ പണിയെല്ലാം ഒപ്പിച്ചത്. വയറ് കണ്ടിട്ട് പിള്ളേർ ഏതാന്നും മാത്രല്ല തന്ത ആരാന്നും പറയാൻ പറ്റുമല്ലേ? പറ്റുമല്ലോ. എക്സ്ക്യൂസ് മീ.